ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ നിഴൽ ഗെയിമിംഗ്. സോ നമ്മൾ നിന്നിരിക്കും നമ്മുടെ ഹാർഡ് വർക്കിംഗ് മൈൻക്രാഫ്റ്റ് യൂട്യൂബറായ സുധിയാണ് എൻ്റെ ഇപ്പോഴത്തെ ലെറ്റ്സ് പ്ലേ സീരീസിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലെറ്റ്സ് പ്ലേ സീരീസിൽ വേൾഡ് മാപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. സോ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ വീഡിയോ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതിനകത്ത് FPS ഡ്രോപ്പ് ഉണ്ട്. ബിക്കോസ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ വേൾഡിൽ. സോ അതിൻ്റെ FPS ഡ്രോപ്പ് ഉണ്ട്. സോ ഞാൻ കുറച്ച് ഗ്രാഫിക്സ് കുറിച്ചിട്ടേക്കും. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് എനിക്ക് എല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ എനിക്ക് വിടേണ്ട ആവശ്യം വരും, കാരണം ടൈം നമുക്ക് ലിമിറ്റഡ് ഉണ്ട്. സോ നമുക്ക് ഇത്രേ പറയുള്ളൂ. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. വീഡിയോ എടുത്തപ്പോഴാണ് അറിയുന്നത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് 30 മിനിറ്റ്സിന് ശേഷം പോയി കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് 3 പാർട്ടായിട്ട് തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും അടുത്ത നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇപ്പം നമ്മൾ ഇൻട്രോയെല്ലാം പറഞ്ഞാൽ നമുക്കിനിയിപ്പോൾ ഈ ഒരു മെയിൻ ഐലൻഡ് തന്നെ നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് നമുക്ക് വരുമ്പോൾ തന്നെ ആദ്യമേ വരുന്നത് ഇങ്ങനെയാണ്. താങ്ക്സ് ഫോർ ഡൗൺലോഡിങ്. ഓക്കെ, ബെല്ലടിച്ച് ഞാൻ നേരത്തെ കയറിയായിരുന്നു. ഓക്കെ, പോയോ? ഡോറൊക്കെ പോയി ഗൈസ്, ഞാൻ ഡോറൊക്കെ പൊട്ടിച്ച്. സോ ഗൈസ്, ഇതാണ് ഇവിടെ തന്നെ ആദ്യമേ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ആൽബർ സ്റ്റാൻഡ് ഉണ്ട്. ഇത് സാധാരണ ആണെങ്കിൽ വരേണ്ടതാണ്, പക്ഷേ ഞാൻ കുറച്ച് ടെക്നിക്കല്ല, കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ച് ഇതെല്ലാം ഇതായി കിടക്കുക. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ആരാന്നൊന്നും എനിക്കറിയില്ല. അതിനെ കണ്ടിട്ട് ആരായിരുന്നാലും ഇതാരായിരിക്കും? ആരിലോട്ട് ഒരു ഫയർ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ നേരെ വരുമ്പം ഒരു പണിക്കാരനുണ്ട്. ഇത് പണിയിടാ, അവനൊന്നും നമുക്ക് പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പണിയെടുക്കണം കേട്ടാ, അല്ലെങ്കിൽ നമ്മൾ കൊരിടും തന്നെ, അതൊന്നും പറയില്ല. സുധിയണ്ണാണത്. നമ്മൾ എത്ര വലിയ കരണ്ടുണ്ടാകുന്നില്ല. ഇപ്പോൾ നമ്മൾ താഴെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഗൈസ് ഈ ഒരു ഇത് ഞാൻ സ്പെഷ്യൽ റൂമാണ് ഗൈസ്. ഇതിനകത്ത് ഈ ഒരു ലെഫ്റ്റിലാണ് നോക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഈ ഒരു സ്പോൺ ആയപ്പോഴുള്ള ആ ഒരു ഐലൻഡ് ഇങ്ങനെയായിരുന്നു ഗൈസ്. പിന്നെ കുറച്ച് നാൾ കുറച്ച് കാണല്ലോ, ഒരു വർഷം ആണ്ടെടുത്തു. ഏകദേശം ഒരു വർഷമായി ഈ ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങിയിട്ട്. ആ അടുത്ത പ്രോഗ്രസ് ആണ് ഇത്രയും ഗൈസ്. നോക്ക് ഗൈസ്, ഈ ഒരു മാപ്പ് ഫുള്ള് ഇത് കണ്ട ഗൈസ്. ഇതാണ് ഫാക്ടറി ഐലൻഡ് ഗൈസ്. നമുക്ക് എല്ലാം പറഞ്ഞുതരാം. അതുകൊണ്ട് ഇതാണ് ഫാക്ടറി ഐലൻഡ്. ഇതാണ്ട എഴുതി കാണും. ഈ ട്രേഡിങ് ഷിപ്പ്. ഇതിൻ്റെ അടുത്ത് തന്നെ അവിടെ രാധീസ് ടൗൺ. ഇതെല്ലാം നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഈ രാധീസ് ടൗണും നമ്മുടെ രാധീസ് കാസിലും നമ്മുടെ ഈ ഒരു മെയിൻ ഐലൻഡാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇവിടെ തന്നെ കുറേ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്, കണ്ടോ, കുറേ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ക്രീപ്പറിനുണ്ട്. അത് ചിലപ്പോഴേ ഞാൻ പോകത്തുള്ളൂ, കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോവാം. പറ്റുവാണെങ്കിൽ ഞാൻ പോവാം ഗൈസ്. നമുക്ക് ഈ ഒരു വീട് തന്നെ നോക്കാം ഗൈസ്. എൻ്റെ മുകളിലത്തെ റൂമിലോട്ട് പോവുകയാണെങ്കിൽ ഗൈസ് ഇവിടെ ഒരു സ്മെൽ ഫർണേസ് ഉണ്ട് ഗൈസ്. ഫർണേസ് ഒരു കച്ചമാരിയെ അവിടെ ഒരുത്തൻ ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. പെട്ടെന്ന് നോക്കി വിശക്കുന്നു. ഓക്കെ, നമ്മുടെ ബെഡ്റൂമാണ് ഗൈസ് ഇത്. ഇവിടെ ഡയമണ്ട് ആർമറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ സർവർ നേരത്തെ കയറിയായിരുന്നു കേട്ടോ, ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറേയൊക്കെ ഞാൻ നശിപ്പിച്ചിട്ടാണ് പോയത്. സോ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം ഗൈസ്. ഇവിടെ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാമില്ല ഗൈസ്. അപ്പം ഇതാണ് ബെഡ്റൂം ഗൈസ്. എങ്ങനെ സെറ്റല്ലേ? നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയാൽ ഇവിടെ ഒരു സ്റ്റോർ റൂം. യെസ് ഗൈസ്, ഇതിനകത്ത് ഈ ഷൾക്കറൊക്കെ ഈ അടുക്കി വെച്ചേക്കുന്ന അയാളുടെ ഒരു ഇതാണ് ഗൈസ്. ഗൈസ് ആ ഒരു ഹാർഡ് വർക്കിംഗ് ആണ് ഗൈസ്. ഇത്രയും ഇങ്ങനെയൊക്കെ അടുക്കി വെക്കണമെങ്കിൽ നമ്മൾ കുറേ നാളത്തെ കഷ്ടപ്പാടൊക്കെ വേണം. കുറേ നാളത്തെ അല്ല, കുറേ മണിക്കൂറത്തെ കഷ്ടപ്പാട് പോകാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇഷ്ടം പോലെ ബിൽസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വർഷത്തെ അടിഞ്ഞാത്തതിനാണ് ഗൈസ് ഈ ഒരു സർവർ ഗൈസ് ഇപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത്രയാണ്. ഇത് വേൾഡ് വരെ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിരിക്കുന്നുണ്ടാവും. ഒരു അപ്ഗ്രേഡിങ് ഗിയർ ഇതിനകത്തേക്ക് മോഡൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഗീസ്. ഇങ്ങനെ 6ാം സ്റ്റാൻഡൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഏതാ മോഡൊക്കെ കയറ്റിയിട്ടാണ് ഗീസ്. ഇപ്പോൾ നമുക്ക് താഴോട്ട് പോയാൽ നമ്മൾ ഈ റൂമ്. ഓക്കെ ഗീസ്, നമ്മൾ ഈ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഗീസ് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട് ഗീസ്. ഇതൊരു വ്യൂ ഓക്കെ, ഇത്രയും ഇത് വലിയ വ്യൂ ഗീസ്. ഇത് നമുക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേന് ഇങ്ങോട്ടൊരു പാത്രം. ഇത് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ പോർട്ടലാണ് ഗീസ്. അയ്യോ ഗീസ്, നമ്മൾ പോയി ഞാനിത് നിങ്ങൾക്ക് പിന്നെ ഞാൻ താഴെ പോലെ എനിക്ക് പിന്നെ കാണിക്കാൻ നിങ്ങൾക്ക് ആ സ്ഥലം പിന്നെ കാണിക്കാം ഗൈസ്. അതുകൊണ്ട് ഇതാണ് ഇവിടെ നിന്ന് ഇതിനകത്തോട്ട് പോയാൽ പോർട്ടൽ ഹബ്ബാണ് ഗൈസ്. ആൻഡ് ഇവിടെ കുറച്ച് ക്രീപ്പർ ഒട്ടിച്ച് വെച്ചാണ് ഞാൻ കയറിയപ്പോൾ. ഇപ്പോൾ ഇങ്ങോട്ട് നേരെ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചവന്മാർ ഡയമണ്ട് ഇങ്ങനെ പൊട്ടിച്ചോട്ട് ബോട്ട് കണ്ട. ഈ ബോട്ടിൽ നിന്ന് ഇറക്കുവാണ് ഈ സാധനങ്ങൾ. ആൻഡ് നമ്മുടെ സ്മെൽട്ടർ
ഇവിടെ അടുത്ത് നാണ്ട് ബേസ്. ഇതാണ് സ്പ്ലെൻഡർ. നല്ല ലാഗ് അടിക്കുന്നുണ്ട് എനിക്കറിയാം. എന്നാലും ആർക്ക് ഒരു ടെക്സ്ചർ ഇട്ടാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നല്ല കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ ഫ്യൂൽ ഇടുക, ഐറ്റ് വിടുക, സ്മെൽറ്റ് ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്മെൽറ്റ് ആവും. എനിക്ക് അവിടെ ഇരിക്കും, കുഴപ്പമില്ല, ആവശ്യമില്ല. ഗൈസ് ഇതെന്താ അടിക്കുക കിലോ ബൈറ്റ് മെഗാ ബൈറ്റ്. ഈ സാധനമൊക്കെ നെറ്റിന് എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയായിരുന്നെങ്കിൽ ഞാനൊക്കെ ഞാനൊക്കെ നല്ല യൂട്യൂബറായിരുന്നു. ഗൈസ് അതിൻ്റെ ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. നമ്മളവിടെ ക്യാമ്പ് ഫയറോ ആ സാധനമോ നോക്കിയില്ലല്ലോ. അവിടെ തന്നെ കുറച്ച് സ്റ്റോറീസൊക്കെ ഉണ്ട് ഗൈസ്, നോക്കണ്ടേ. ഇവിടെ സൂര്യൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അണ്ണൻ എല്ലായിടത്തും കയറി ഇതിടും. ഐ മീൻ സ്റ്റോറീസ് കൊണ്ടുവരും. ഓരോരുത്തൊരു ബ്ലാങ്ക് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. അതുകൊണ്ട് രാധീസ് ക്യാസിലൊക്കെ എത്തപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കാര്യങ്ങൾ. ആൻഡ് ഇതാണ് ഇത് നമ്മുടെ ഗാർഡനാണ് ഗൈസ്, ഗാർഡൻ. ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാൽ തന്നെ നമുക്ക് കുറച്ച് നേരം വെറുതെ നോക്കിയിരിക്കാം. അമ്മാതിരി ഒരു സർവറാണ് ഗൈസ് ഇതിനകത്ത്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങോട്ട് വന്നു. ആണ്ടേ ഇവിടെ കുറച്ച് പേര് ക്യാമ്പ് ഫയർ ഇട്ട് കളിക്കുന്നു ഗൈസ്. ക്യാമ്പ് ഫയർ ഇട്ടിരിക്കുന്നു. ഇവിടെ വേറൊരു ബീച്ചാണൊക്കെ ഒരു സ്ഥലം. ബീച്ച് നോക്കാം. ഈ സാധനം ഇവിടെ ബീച്ച്, ഈ സാധനമൊക്കെ ബീച്ചാകുമ്പോൾ അതാണ്. ഇതൊക്കെ നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കുക എല്ലാം. ഈ സാൻഡൊന്നും എനിക്കൊന്നും ഇവിടെ അല്ലായിരുന്നു. അല്ലെങ്കിൽ ഓക്കെ ഈ വെള്ളം ഒതുക്കിയിട്ട് നല്ല സെറ്റല്ലേ ഇവിടെ അണീബീസൊക്കെ വെച്ചത്. എല്ലാം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ. ഈ ബിൽഡിങ്ങിനകത്ത് നമുക്ക് ചിലപ്പോൾ തോന്നും ഇതെന്തോ ഒരുമാതിരി ഇടയ്ക്കൊക്കെ വെച്ച് ഇങ്ങനെ കല്ലുകളുടെ കളർ മാറി കിടക്കുന്നത്. സത്യം പറയാനില്ല, ഈ കല്ലുകൾ മാറി കിടക്കുന്ന ഈ ഒരു സൂര്യനെ അറിഞ്ഞുകൊണ്ട് മാറ്റിയത് ഇങ്ങനെയൊക്കെ. ഞാൻ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമുക്ക്. ഇയാൾ വീഡിയോ എടുത്തത് ഇതിനകത്ത് നിന്ന് ഈ എല്ലാ കല്ലുകളും ഇങ്ങനെ വെച്ചേക്കുന്നത് അയാൾ അങ്ങനെ വെക്കണമെന്ന് വെച്ചിട്ടാണ്. അല്ലാതെ കല്ല് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല ഗീസ്. ഇത് ഇതിൻ്റെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഗീസ് ഇങ്ങനെയൊക്കെ. കണ്ട ഇതാണെങ്കിൽ തന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പം ഈ ഒരു വരുന്ന വഴിയാണെങ്കിലും കണ്ട ഇവിടെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ടില്ലേ. ഇതൊക്കെ അതിൻ്റെ ഒരു ടെക്നിക്കാണ് ഗീസ്. ഇതിപ്പോൾ നേരെയാണെങ്കിൽ അത്ര ബ്ലാങ്ക് ആയിട്ട് നിന്നു. പക്ഷേ അണ്ണനെ കണ്ടത് ബ്ലാങ്ക് ആയിട്ടാണ്. ഇതിനകത്ത് തന്നെ ഈ ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ നല്ല ബ്ലാങ്ക് ആയിട്ട് നല്ല സിമെട്രിക് ആയിട്ട് വെക്കാം. പക്ഷേ ഇത് സിമെട്രിക് ആവില്ല. എന്നാൽ കുറച്ച് ചെറിയ സിമെട്രിക്കൊക്കെ അണ്ണൻ നോക്കും. അങ്ങനെ അണ്ണൻ്റെ ഒരു സ്റ്റൈലോ. ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി എടുത്ത് നിന്നായിരുന്നു, അവിടെ ഇറങ്ങി ഓടി. പക്ഷേ ഇവിടെ ഒരു വലിയ നല്ല പോണ്ടൊക്കെ ഉണ്ട്. ഇതിനകത്തൂടെ ഇടയ്ക്ക് വെച്ച് കണ്ട ആ ഒരു കുഴി കൂടെ പോയാൽ ഏതൊരു ഫാം എത്തും. എനിക്ക് കാണിക്കാൻ വയ്യ. ഇനിയിപ്പം അവിടെ വരെ പോകണം. ഇത് നമ്മളിപ്പോൾ ഇനി സ്മെൽറ്റർ കണ്ടില്ലേ, ഇനി അവിടുത്തെ നമ്മുടെ ഫാം ലാൻഡാണ്. അതിൽ കൂടെ ഒരു ഇതുണ്ട് പിന്നെ ഒരു ബഡ്. ഇവിടെ ഈ കുറേ പറക്കുന്ന സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് എൻ്റെ കിഴപ്പ് കാരണം മാത്രമാണ് എനിക്കൊന്നും എല്ലാം പറന്നു നോക്കി. ഇന്നെല്ലാം പറന്നു നോക്കി. എല്ലാം എൻ്റെ കിഴപ്പ് തന്നെയാണ്. ഞാൻ തന്നെയാണ് കിഴപ്പ് കാണിച്ച് ഇതിനെല്ലാം അങ്ങ് തുറന്നു കിട്ടത്. ചുമ്മാ ഓരോരോ ആൾക്കാരുണ്ടാക്കുമ്പോൾ അതിനിട്ട് നശിപ്പിക്കുക, അത്രേ ഉള്ളൂ. കയറാൻ പറ്റുന്നില്ല. ക്രിയേറ്റീവ് കൂടില്ലേ, ഞാൻ അതിനാണൊന്ന് വിഷമിക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങോട്ട് വന്നു. ഈ നിങ്ങൾക്ക് ഒന്നുകൂടെ പറയാൻ അതിനകത്ത് ലാഗ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് വേറെ ഒന്നും ചെയ്യത്തില്ല. കണ്ട നല്ല പരിചയമുള്ള പോലെ. എടാ ജോലിക്കാരനാടാ. ജോലിക്കാരനായിരിക്കും. നമ്മൾ ക്രീപ്പറിനെയൊക്കെ ജോലി തീർക്കും. അതുവരെ കൊല്ലാൻ വേണ്ടി വന്ന കാലിനാണ്ടേ കൊല്ലിനെ കലയും നമുക്ക് ആവശ്യമില്ല. ചാവട അത്ര. ഓക്കെ, നമ്മൾ ഇതിനകത്തൂടെ ഇവിടെ ആണെങ്കിൽ നമ്മളൊരു വെയർ ഹൗസാണൊക്കെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടൊരു ഗിഗാബൈറ്റ് ടെറാബൈറ്റ്. ഇവിടെ ടെറാബൈറ്റാണ് ഗിഗ്, രണ്ടും ഉണ്ട് ഇവിടെ. ഓക്കെ, ബാലിന് ഇവിടെ ഒരു ഇതിനകത്ത് ഫുള്ള് ബ്ലാങ്ക് ആണ്. ഞാൻ നോക്കിയായിരുന്നു, ഇതിനകത്ത് ഫുള്ള് ബ്ലാങ്ക് ആണ്. ജസ്റ്റ് ചുമ്മാ ഇതൊരു ഫാം ഐലാൻഡിൻ്റെ അടുത്താണ് ഇത്. ഇപ്പോൾ ഒരു വ്യൂ നമുക്ക് കാണാം. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വ്യൂ ആണെടാ. ഈ ഒരു വ്യൂ തന്നെയാണ് ഈ ഒരു സർവറിൻ്റെ ഏറ്റവും വലിയ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ അങ്ങനെ പറയാം, നമ്മൾ എവിടെ നിന്നത് സൂര്യൻ്റെ അങ്ങോട്ട് നോക്കിയാലും, ഇങ്ങനത്തെ ടേക്കൊക്കെ സൂര്യൻ അങ്ങോട്ട് നോക്കിയാലും ഒരു നല്ല വ്യൂ ആണ്. അങ്ങാതിരി ഒരു സർവറായത് കണ്ട. ഇപ്പം തന്നെ സെറ്റ് വ്യൂ അല്ലേ. അവിടെ കുറച്ച് വെള്ളം വരുന്നു. വന്നാൽ പെട്ടെന്ന് പോര്, അല്ലെങ്കിൽ വെള്ളമാകെ തീരും. ഇപ്പം പെട്ടെന്ന് ഈസി ആയത്. സ്മൂത്തായി കണ്ട.
ഈ സ്മൂത്തായി ആയി കൊള്ളാലോ. നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ എന്താണ്, ഇവിടെ ഈ ഒരു സാധനം പിടിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ നിന്ന് മലയിലോട്ട് പോകരുന്നല്ലോ അല്ലേ? എന്താ ഇവിടെ? ഓ ആണ്ടതാണ് ഇങ്ങോട്ട് നോക്കി. നമ്മുടെ ഇങ്ങോട്ട് വന്ന സൂര്യ അസ്തമിക്കുന്നു ഗൈസ്. രണ്ടും ഒറ്റ. ഇതൊരു നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഹൗസ് ആണെന്ന് പറയാം. പക്ഷേ ഇതിൽ നല്ല ഇത് പിൻമില്ലാണ് ഗൈസ്. പിൻമിൽ ഗൈസ്. ഇല്ല, ലൈറ്റ് ഹൗസ് അങ്ങനെ രാധി സ്റ്റോണിലുണ്ട്. നമുക്ക് കാണാം ഗൈസ്. അത് സെറ്റ് സാധനം. രാത്രിയായില്ലേ, ഇനിയിപ്പം രാവിലെ ആക്കാം. രാവിലെ ആവാം. അവിടെ ബെഡില്ല എൻ്റെ കയ്യിൽ. നമുക്ക് ഞാനിപ്പോൾ താഴത്തേക്ക് ഇതിട്ടേക്കാണ് ഗൈസ്. നമ്മുടെ ക്രിയേറ്റീവ് മോഡ് ഇട്ടേക്കാണ് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ മെനക്കേടാണ് ഗൈസ്. നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോറല്ലേ ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് മതി. കൂട്ടിച്ചിട്ടോ? ഓക്കെ ശരി. നിങ്ങൾ ബാക്കിയുള്ളൊപ്പം കുട്ടി. ഓക്കെ മൊട്ടരി പൊട്ടിക്കാം. ഓ ഇതിനകത്ത് എല്ലാം അൺലിമിറ്റഡ് ആണല്ലോ ഗൈസ്. എൻ്റെ ഇതിനകത്ത് നമുക്കിനി അടുത്തത് നമ്മുടെ രാധീസ് കൊട്ടാരം. ഇവിടെ റാണി, അതായത് തത്തമ്മ റാണി ഇവിടെയാണ് കിടക്കുന്നത്.